ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആടിനെ വിടാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ആടിനെ വിടുന്നേക്കാളും മുന്നേ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലയൊക്കെ എല്ലായിടത്തും കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലയൊക്കെ കെട്ടിയിട്ടാൽ പിന്നെ അവരെന്നെ വേഗം പിടിച്ച് കെട്ടിടാൻ പറ്റും. ഇല തിന്നുമ്പോൾ വേഗം കഴുത്തിൽ കയറാണ്ട് ഇടുക. അപ്പോൾ അവരെന്നെ കെട്ടിയിരുന്ന ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇലയും കെട്ടി കൊടുത്തിട്ടാണ്. പിന്നെ എല്ലാവർക്കും വെള്ളമൊക്കെ കാട്ടി അവരേനൊക്കെ എല്ലാവരും സെറ്റാക്കി നിർത്തി. ചിലവരൊന്നും കെട്ടിയിടാൻ കിട്ടിയില്ല കേട്ടോ. അവരവിടെ നടക്കുന്നുണ്ട്. ഞാനങ്ങനെ അടുക്കളയിലേക്ക് കയറിയിട്ടാണ്. ചോറിന് തീ കത്തിച്ച് അരിയിട്ടിട്ട് ചോറ് കിടന്ന് തിളക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി വയ്ക്കാല്ലേ, ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ഉണക്കമുളക് ചുട്ടിട്ട് ഉണക്കമുളക് ഉപ്പിട്ടിട്ട് ആദ്യം അരച്ച് പിന്നെ പുളിങ്ങി വേപ്പിൽ ഈത്തപ്പഴം കൂടിയിട്ടിട്ട് 2 ഈത്തപ്പഴം എടുത്തിട്ടാണ്. അതും കൂടി ഒന്നും കൂടി അരച്ചെടുത്ത്, ഈത്തപ്പഴം ഇല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതിയിട്ടാണ്. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്ത് പിന്നെ അത് ഒരു പാത്രത്തേക്ക് മാറ്റിയപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒന്ന് ലൂസാക്കി എടുത്ത്. അപ്പോൾ ചമ്മന്തി ഒന്ന് ലൂസായി കിട്ടി. പിന്നെ അത് റെഡിയാക്കി. പിന്നെ തൈരും റെഡിയാക്കി. സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് തൈര് റെഡിയാക്കി. പിന്നെ മീൻ വറുക്കാണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ മീൻ തളേനായിരുന്നു, അത് വറുക്കാണ്ടായിരുന്നു. അതും മീനും വറുത്ത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് വീണ്ടും. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇല കുറേ മുറ്റത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവർ നാശാക്കും, ആടുകൾ കടിച്ചിടും. അപ്പോൾ അവർ കാണാത്തോടത്ത് പെട്ടെന്ന് കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിക്കിട്ടോ ഇല. അവർ കണ്ടുപിടിക്കും, എന്നാലും പെട്ടെന്നാണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മറവിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് കരട് കണ്ടപ്പോൾ ഒന്ന് അതാണ്ട് അടിച്ചു വാരി. ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും ഓരോ ചൂല് കൊണ്ടുവയ്ക്കൂട്ടാ. എന്തിനേലും ഇതുപോലെ വിറകെടുക്കാനാ ഇല എടുക്കാൻ എന്തിനേലും പോകുമ്പോൾ കരട് കണ്ടാൽ അപ്പം അടിച്ചു വരിക ചെയ്യാട്ടാ. അല്ല, എല്ലാ സ്ഥലവും ഒരു ദിവസം തന്നെ അടിച്ചു വരാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കാറ്. എന്നും ഉണ്ടാവും അടിച്ചു വരാൻ കേട്ടോ. ഇലയും കരടൊക്കെ എന്നും ഉണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞ് പിന്നെ വേറെ ഇറങ്ങണ ഭാഗം ഉണ്ടായിരുന്നു വടുക്കോറ, അവിടെ അടിച്ചു വാരി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ കൊട്ടയിലേക്ക് കൊട്ടിയിട്ട് ഇന്നലെ അരിഞ്ഞ പുല്ലാണ്. അപ്പോൾ ഇരുന്ന് വാടും. അപ്പോൾ അത് ആടുകൾക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ വെള്ളം കട്ടി ചെമ്പൊക്കെ ഇരുന്നിരുന്നു അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ എടുത്തിട്ട് പൈപ്പിൻ്റെ അവിടെ കൊടുന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് വെള്ളം കാട്ടേണ്ടതാണ്. പിന്നെ ഒരാളെയും കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് അതിന് ഇല കെട്ടി കൊടുത്ത്. ഒരാടിനും കൂടി കെട്ടാണ്ടായിരുന്നു കേട്ടോ. അവിടെ നടക്കിരുന്നു. കഴുത്തിൽ കയറൊക്കെ ഉണ്ടായിരുന്നു, കെട്ടിയിടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇല കെട്ടി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടുംകൂടൊക്കെ വൃത്തിയാക്കാൻ പോയി. കൂടിൻ്റെ ചുറ്റുഭാഗവും ഉള്ളും പുറമൊക്കെ വൃത്തിയാക്കി. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എല്ലാവരും ഇനി തുടർന്ന് കാണണം.